ചോദ്യം എന്താണ്? ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ. ഏത് മദ്യനയം? 2014 നിങ്ങളുടെ മദ്യനയം. തിരിച്ചടികൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ? എങ്കിൽ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? അതാണ് ചോദ്യം. ആ ഉത്തരം നൽകിയ ആളോട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. ഞാനിതിന്റെ അവസാന ഭാഗം മാത്രമേ വായിച്ചുള്ളൂ, മുഴുവൻ വായിച്ച് സമയം കളയാതിരുന്നതാണ്. മദ്യനയത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പാക്കുമ്പോൾ പ്രവർത്തിച്ചു വരുന്ന 5 സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുമെന്നതിനാലും സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാനും ആണ്. അപ്പോൾ ടൂറിസം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡയറക്ടർ യോഗം ചേർന്നതിനാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ല, ഇങ്ങനെ അസ്വസ്ഥരാവണ്ട. അല്ല, ഒരു വസ്തുതയെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പല വസ്തുതകളും പറയാനുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അക്ഷമയും അസഹിഷ്ണുതയും ഉണ്ടാവും. അത് ആളുകളൊന്ന് കാണട്ടെ. ആളുകളൊന്ന് കാണട്ടെ. ഇനി ഓരോന്നും വായിക്കുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. ഇനി അടുത്തത് സാർ, ശ്രീ പി കെ ബഷീറാണല്ലോ, അദ്ദേഹത്തിന്റെ ശബ്ദമാണല്ലോ ഉയർന്നു കേൾക്കുന്നത്. ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ്, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ്, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്ത ഒരു നിവേദനം, ആരുടെ? നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒരു കൂട്ടരുടെ അവരുടെ നിവേദനം എന്താണ്? റിക്വസ്റ്റ് ടു സേവ് ടൂറിസം ഇൻഡസ്ട്രി ഫ്രം ദ ക്രൈസിസ് ഇവോൾവ്ഡ് ഡ്യൂ ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ന്യൂ ലിക്കർ പോളിസി ഇൻ ദ സ്റ്റേറ്റ്. അതായത് നിങ്ങളുടെ അന്നത്തെ മദ്യനയം ക്രൈസിസ് ഉണ്ടാക്കിയെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നു. അത് പഠിക്കണം എന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം ആർക്ക് കൊടുത്തു? മിനിസ്റ്റർ ടൂറിസം മേ സി. മിനിസ്റ്റർ ടൂറിസം മേ സി. മിനിസ്റ്റർ ടൂറിസം എന്ത് ചെയ്തു? സെക്രട്ടറി ടൂറിസം ഉചിത നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് സെക്രട്ടറി ടൂറിസത്തെയാണ്. അല്ല, അതിലൊന്നും തെറ്റില്ല. ഇവിടെ യോഗം ചേർന്നാൽ തെറ്റാണല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. പ്ലീസ്, നിങ്ങളുടെ ബഹുമാനപ്പെട്ട ശ്രീ റോജി അവതരിപ്പിക്കും ആരും മിണ്ടിയിട്ടില്ലല്ലോ. പ്ലീസ്, റോജി അവതരിപ്പിക്കും ആരും മിണ്ടിയിട്ടില്ലല്ലോ. പ്രമേയാവതാരകന്റെ അത്യന്തം അധിക്ഷേപകരമായ ധാർഷ്ട്യവും പുച്ഛവും നിന്ദയും നിറഞ്ഞ പ്രസംഗം ക്ഷമയോടുകൂടിയാണ് ഞങ്ങളെല്ലാം കേട്ടിരുന്നത്. ഞാൻ അതുപോലെ ഏതെങ്കിലും വാക്കുകൂടെ ഉപയോഗിച്ചോ? എന്തൊരു അസഹിഷ്ണുതയാണിത്! ഞാൻ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോ? എന്തിനാണ് ഇവർ അസഹിഷ്ണുതാവുന്നത്? വസ്തുത പുറത്തു വരുമ്പോഴാണ്. ഇനി ഞാൻ പറയാം, ഓരോന്നിനും കമന്റാണ്. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ടൂറിസം മേഖലയിൽ തകർച്ചയുണ്ടാക്കി എന്ന് ഈ പറഞ്ഞ പഠനം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മൈസ് ടൂറിസവുമായി. എന്താണ് മൈസ് ടൂറിസം? മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻ ടൂറിസം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ട് കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മൈസ് ടൂറിസം കേരളത്തിന് വലിയ വരുമാന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങളുടെ വിദഗ്ധ സമിതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വായിക്കാതിരിക്കുകയാണ്. ആ മൈസ് ടൂറിസത്തിന്, പഴയ ടൂറിസം മന്ത്രി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ആ മൈസ് ടൂറിസത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒന്നാണ് നിങ്ങളുടെ മദ്യനയം എന്ന് ഇവിടെ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചു. അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു, വിദഗ്ധ സമിതിയെ വെച്ചു. അതിലൊരാൾ ടൂറിസം സെക്രട്ടറി ആയിരുന്നു. സാർ, 2014 UDFന്റെ മദ്യനയത്തെ തുടർന്ന് മൈസ് വ്യവസായത്തിലുണ്ടായ തിരിച്ചടിയുടെ കണക്കുകൾ ആ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? 2014 4.8% കേരളത്തിലെ മൈസ് ടൂറിസത്തിന്റെ വളർച്ചാ നിരക്ക്. 2013 എത്രയാണ്? 9.1%. ഒറ്റ വർഷം കൊണ്ട് നിങ്ങളുടെ മദ്യനയം മൈസ് ടൂറിസത്തെ തകർത്തു. കേരളത്തിൽ തീർന്നില്ല. 2015 ആയപ്പോൾ എത്രയെന്നറിയോ? 0.6%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന, വരുമാനമുണ്ടാക്കുന്ന, കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായ ഒരു മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യനയം നിങ്ങളുടേതാണ്. ആ മദ്യനയത്തെക്കുറിച്ച് നിങ്ങളുടെ തന്നെ മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു. പഠിക്കാൻ കമ്മിറ്റിയെ വെക്കണമെന്ന് നിങ്ങളുടെ തന്നെ മന്ത്രിയായിരുന്നയാൾ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്.
ടൂറിസം മന്ത്രിക്ക് ശുപാർശ കൊടുത്തിട്ടുണ്ട്, ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നത് എന്ന് ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ. പിന്നെ സർ റിപ്പോർട്ട് ഓൺ ഇമ്പാക്ട് അസസ്മെന്റ് ഓഫ് ന്യൂ ലിക്വർ പോളിസി ഓൺ ടൂറിസം ആൻഡ് ലേബർ സെക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടാണ്. ആ പഠന റിപ്പോർട്ട് Kerala's strength in MICE tourism is yet to be tapped. The stakeholders have pointed out that since most of the MICE and wedding packages last for 5 to 7 days or are limited to weekends, the Sunday ban has forced many